കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇന്നിപ്പോൾ യോഗം സർവകക്ഷി യോഗം നടക്കുമ്പോൾ ആ വിഷയം അവർ ഉന്നയിക്കുകയും ചെയ്യും. നമ്മൾ വായിച്ചതനുസരിച്ച് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ അവിടെ ചില പദ്ധതികൾ ഇടുന്നുണ്ട് എന്നത്. ചൂടിന് കൂടുതൽ കാഠിന്യമേറ്റുന്ന തരത്തിലേക്കായിരിക്കും അത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രഹസ്യയോഗമൊക്കെ ചേർന്നതാണ് എന്ന് പറയുന്നു. പക്ഷേ അത് ഗൗരവത്തിലെടുക്കാതെ പോയൊരു സാഹചര്യം ഉണ്ടായോ? നമ്മുടെ ആളുകൾക്ക് സുരക്ഷ നൽകുന്നതിൽ നമുക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? മേഡം, ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു ടെറർ സ്ട്രൈക്ക് നടക്കുകയാണെങ്കിൽ എല്ലാവരും അപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇമീഡിയറ്റ്ലി പറയുന്നത് ഒരു ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി, ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അത് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, മീഡിയക്കാർക്കുണ്ട്, ഒപ്പോസിഷൻ പാർട്ടീസിനുണ്ട്, ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഒരു സെക്യൂരിറ്റി ഏജന്റ് അവിടുത്തെ പ്രവർത്തിക്കുന്നവർക്ക് അവരൊരു 100 ഓപ്പറേഷൻസ് ചെയ്യുന്നെങ്കിൽ അതിനകത്ത് 99 അവർ സക്സസ്ഫുൾ ആണെങ്കിലും ഒരെണ്ണം അവർക്ക് അവരെ വിചാരിച്ച കണക്കാത്ത രീതിയിൽ വന്നില്ലെങ്കിൽ അത് ഒരു വീഴ്ചയായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഈ 99 അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അതിന്റെ സെക്യൂരിറ്റി ഫെയിലർ ആണോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഫെയിലർ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റലിജൻസ് കിട്ടിയെന്നോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ പ്രവർത്തനം കേണൽ ഡിന്നി, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ അവിടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം ചേർന്നതാണ്. എന്നിട്ട് പോലും അവിടെ ഇത്ര എളുപ്പത്തിലേക്ക് എങ്ങനെയാണ് ഇവർക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്ന ചോദ്യമുണ്ടല്ലോ. നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ കൂളായി നടന്നു പോവുകയാണ്, വെടിവെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മളുടെ സുരക്ഷാ സേനയിലും നമ്മളുടെ രാജ്യത്തിൻ്റെ ഈ തരുന്ന വിശ്വാസത്തിലും ഒക്കെ ഉറപ്പ് ഉണ്ട് എന്ന് കരുതിയാണ് അങ്ങോട്ടേക്ക് സാധാരണക്കാരായ വിനോദസഞ്ചാരികൾ എത്തിയത്. അവിടെ പിഴവ് സംഭവിച്ചില്ലേ എന്നതാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഉത്തരം തന്നെയാണ് മാഡം. കഴിഞ്ഞ വർഷം 2.35 കോടി ആളുകളാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് മുൻപത്തെ വർഷം 2.12 കോടിയാണ്. അപ്പൊ നമ്മളൊരു കണക്കെടുക്കാൻ തന്നെ കഴിഞ്ഞ 2 വർഷത്തിൽ ഏകദേശം 4.5 കോടിയോളം ഈ ടൂറിസ്റ്റുകൾ അവിടെ പോയി അവർ തിരിച്ചു വന്നു. അപ്പൊ ഇതുപോലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊരു വാസ്തവമാണ്. അപ്പൊ ഇപ്പൊ നടന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, ഞാനതിന്റെ സിസ്റ്റം പറഞ്ഞത്. ആ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു അവലോകനം ഏജൻസീസ് ചെയ്യും. അതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഭീകരവാദികളെ എങ്ങനെ പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ അവരെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് അവിടുത്തെ ആളുകൾ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു അവലോകനം ചെയ്യും. അതായത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, ഒരു സൈനിക സാന്നിധ്യവും ഇല്ലാതെ പോയത് എന്തുകൊണ്ട്, അതിനൊരു വളരെ സിമ്പിൾ ആയ ഉത്തരം മാത്രം മതി. ഓക്കെ, അതിന്റെ എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പൊ ഇപ്പൊ ഇവർ പോയത് പെഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ടൂറിസ്റ്റുകളെല്ലാം പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെഹൽഗാമിൽ ഇവർ പോകുന്നത് ഒരു ടൂറിസ്റ്റ് ആയിട്ട്, എല്ലാവരും നല്ല വിനോദസഞ്ചാരത്തിൽ നല്ലൊരു എൻവയറമെന്റിൽ ഇരിക്കുകയാണ്. അവിടെ നമ്മളൊരു 100ഓളം സൈനികരെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ അവർക്ക് അതേ രീതിയിലുള്ള ഒരു ഫീലാണോ കിട്ടുന്നത്? ഒരു സമാധാനത്തിലേക്ക് വരുന്ന കശ്മീരിൽ സ്വാഭാവികമായിട്ട് സൈനികരും പോലീസും പക്ഷേ സമാധാനത്തിലേക്ക് വരുന്നു എന്ന് നമ്മളുടെ ഒരു ആഗ്രഹം മാത്രമാണോ എന്ന ആശങ്ക വീണ്ടും ഉയർന്നു വരികയല്ലേ? ഇപ്പോൾ 2.5 കോടി കഴിഞ്ഞ വർഷം കശ്മീരിലെത്തി വിനോദസഞ്ചാരികൾ എന്നൊക്കെ പറയുമ്പോഴും ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം എല്ലാം സാധാരണ രീതിയിലേക്ക് എത്തുകയാണെന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയാണോ എന്നൊരു പുനർവിചിന്തനത്തിലേക്ക് കൂടി എത്തിച്ചിരിക്കുകയാണ്. കശ്മീർ വീണ്ടും ഹെഡ്ലൈൻസിൽ എത്തുകയാണ്. അന്താരാഷ്ട്ര വാർത്താ തലക്കെട്ടിൽ കശ്മീർ ഇടം നേടിയിരിക്കുകയാണ്. അതെ, എന്റെ അതിനകത്ത് ഒരു സബ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ടല്ല കശ്മീരിൽ ഇങ്ങനൊരു വിഷയം നടക്കുന്നത്. കഴിഞ്ഞ 30-35 വർഷം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു ഫേസ് വരും, എല്ലാം ശാന്തമായിട്ട് ഇരിക്കുന്ന ഒരു ടൈം വരും. പിന്നീട് പെട്ടെന്ന് ഒരു സ്പൈക്ക് വരും, അവിടെ വീണ്ടും ഒരു പ്രശ്നം വരും, പിന്നീട് വീണ്ടും താഴ്ന്നു വരും. ഇത് ഇങ്ങനെ ഒരു ഡൈനമിക് ആയിട്ട് നടക്കുന്ന ഇത് നമ്മൾ ഒറ്റ ഒരു ഇൻസിഡന്റ് വെച്ച് മാത്രമല്ല നമ്മൾ കാണുന്നുള്ളത്. ഇതിനെക്കുറിച്ച് അവിടെ ജോലി ചെയ്തിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ളത്, ഇതിനെക്കുറിച്ച് പഠിച്ചെന്നുള്ളത്, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് കൊച്ചാക്കി കാണുകയല്ല. പക്ഷെ ഇതൊരു ഒരു ഇൻസിഡന്റ് ഇന്നലെ മെനഞ്ഞാന്നായത് ഉടനെ തന്നെ അതൊരു സെക്യൂരിറ്റി വീഴ്ചയാണ്, അതൊരു ഇന്റലിജൻസ് വീഴ്ചയാണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നു നമ്മൾ ആരും അങ്ങനെ ഒരു ആംഗിളിലേക്ക് തൽക്കാലം പോകണ്ട. അതിനെക്കുറിച്ച് ഡെഫിനറ്റ് ആയിട്ട് ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം, ലെസൺസ് ലേൺ വരും എന്നുള്ളത് മാത്രമാണ്. എന്താണ് ഇതിന് കേന്ദ്രം നൽകാൻ പോകുന്ന മറുപടി എന്നതും നമ്മൾക്ക് കാത്തിരിക്കാം, അതെന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നത്.